ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. അപ്പോൾ ഗൈസ്, റായാൻ ധനുഷിന്റെ 50ാമത്തെ സിനിമ, ധനുഷ് തന്നെ ഡയറക്ട് ചെയ്ത സിനിമ ഞാൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് വന്നേയുള്ളൂ. സിനിമ എങ്ങനെയുണ്ടാണെന്ന് ചോദിച്ചാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നല്ലൊരു തിയേറ്ററിക്കൽ വാച്ചാണ് റായാൻ. പിന്നെ ധനുഷ് എന്ന നായകനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നതിന് മുമ്പ് ധനുഷ് എന്ന ഡയറക്ടറിനെ കുറിച്ച് എനിക്ക് ഇവിടെ സംസാരിക്കണം. കാരണം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, സിമ്പിൾ റിവൻ സ്റ്റോറിയാണ്. പിന്നെ പുള്ളിക്കാരൻ രാവണനെയൊക്കെ രാമായണത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ കൂടെ തന്നെ നമ്മൾ ഒരുപാട് തവണ കണ്ടു മറന്നൊരു റിവൻ സ്റ്റോറി പോലെയൊരു പടമാണ്. അതിനെ ഇത്ര സൂപ്പറായി പ്ലേസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തെടുത്തതിന് ധനുഷിനെ സമ്മതിച്ചേ പറ്റൂ. ധനുഷിന്റെ ഒരു ഡയറക്ഷൻ കൊണ്ട് മാത്രമാണ് ഈ സിനിമ നമ്മൾക്ക് കണ്ട കഥയാണെങ്കിൽ കൂടെ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഓക്കെ, ഒരു നല്ലൊരു സിനിമ കണ്ടു എന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതിന് കാരണം ധനുഷിന്റെ ഡയറക്ഷൻ, പിന്നെ ടെക്നിക്കൽ ടീം ഭയങ്കര സ്ട്രോങ് ആണ് ഗൈസ്. ലൈറ്റിംഗ് ആയിക്കോട്ടെ, പടത്തിന്റെ ലൈറ്റിംഗ് അത് കിടുവാണ്. ലൈറ്റിംഗ് എ ആർ റഹ്മാൻ, സെക്കൻഡ് ഹീറോ എ ആർ റഹ്മാൻ തന്നെയാണ് സിനിമയുടെ. കാരണം പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാണ്, പാട്ടുകൾ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിന് മുമ്പ് വരുന്ന പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ബോഗി ബോഗി പറഞ്ഞ പാട്ട്. ഉസിരേ നീതാനെ എന്ന് പറയുന്ന ലൈൻ ഭയങ്കര ഫേമസ് ആയി, ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലിറിക്സ് വരുമ്പോൾ ധനുഷ് അവിടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അവിടെ ഞാൻ ഡയറക്ടർ ധനുഷിനെ മറന്ന ആക്ടർ ധനുഷിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ ഒരു സീനിൽ അനിയത്തിനെ കാണിക്കുമ്പോൾ ധനുഷ് ഒരു 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 ജസ്റ്റ് ഒരു സിമ്പിൾ ഷോട്ടാണ്. പുള്ളിക്കാരുടെ ഒരു നോട്ടവും ഒരു ചെറിയൊരു ചിരി അവിടെ ചിരിക്കുന്നുള്ളൂ. അറിയാതെ കണ്ണിന്നൊക്കെ കണ്ണീർ നിറഞ്ഞു പോയി. കാരണം അമ്മാരി പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. നട്ടിപ്പ് അസുരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ധനുഷിനെ. അത്ര സൂപ്പറായിട്ട് ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പിന്നെ ഫസ്റ്റ് ഹാഫ് കഥയുടെ ഉള്ളിലേക്ക് പോകാനും കഥ നമ്മളെ ഗ്രിപ്പ് ചെയ്യിപ്പിക്കാനും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സിനിമ ആദ്യം ഒരു സ്ലോ സ്റ്റാർട്ട് തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല, ഒരു സ്ലോ സ്റ്റാർട്ട് തന്നെയാണ്. പക്ഷേ ഇൻ്റർവെല്ലിൽ തൊട്ട് സിനിമ സൂപ്പറായിട്ട് ക്ലച്ച് പിടിച്ച് എന്താ പറയുക, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇൻ്റർവെൽ ഫൈറ്റ് എടുത്തു പറയണം, കിഡിലൻ ഫൈറ്റ് ആയിരുന്നു അത്. അതൊരു രക്ഷയില്ലാത്ത പോലെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് ക്യാപ്ചർ ചെയ്തപ്പോൾ നമുക്ക് ആ ഫൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവും. ഓക്കെ, ധനുഷിൻ്റെ ആ ഫൈറ്റിൽ ധനുഷിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, അതൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്തു. പിന്നെ മെയിനായിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫി, എല്ലാ ആക്ഷൻ കൊറിയോഗ്രാഫിയും മീൻസ് എല്ലാ ആക്ഷനും നല്ലത് തന്നെയായിരുന്നു. സോ അപ്പോൾ ഈ സിനിമയിൽ ധനുഷിന്റെ ഒപ്പം എന്താ പറയുക പെർഫോം ചെയ്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ധനുഷിന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച നമ്മുടെ തുഷാര വിജയനാണ്. പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീൻസ്, അതിലൊരു മെയിനായിട്ടൊരു കില്ലിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ കിഡിലനായിരുന്നു. പുള്ളിക്കാരുടെ ഒരു റിവെഞ്ച് ടൈമിൽ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻസും ആ കാണിക്കുന്ന ഇമോഷൻസ് ഒക്കെ പക്കായിട്ട് സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളിദാസ് ജയറാമും സന്ദീപ് കിഷനും രണ്ടുപേരാണ് അനിയന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇവര് കൂടെ നിന്നിട്ടുണ്ടെങ്കിലും ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ ധനുഷും അനിയത്തിയും ഫുൾ ടൈം സ്കോർ ചെയ്തുകൊണ്ടിരിക്കും. അത് സിനിമ മൊത്തം ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സിനിമയുടെ കഥ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ പലയിടത്തും കണ്ടുവന്ന ഒരു റിവൻ സ്റ്റോറിയാണ്. പക്ഷെ അതിൽ കുറേ സ്ഥലത്ത് ധനുഷിന് നല്ല നല്ല എലമെന്റ്സ് കയറ്റാൻ പറ്റിയിട്ടുണ്ട്. ആക്ഷൻ ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, പിന്നെ എന്താ ട്വിസ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ധനുഷ് നല്ലപോലെ തന്നെ അവിടെ ആ ഒരു കഥ എഴുതി അവിടെ ഈ ഒരു സ്റ്റോറിനെ നോർമൽ സ്റ്റോറിൽ നിന്ന് ഒന്നുകൂടി മികച്ചതാക്കാൻ വേണ്ടി കുറേ പോയിന്റ്സ് അവിടെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ വർക്കൗട്ട് ആയിട്ട് തന്നെ പറയും. കാരണം ഞാൻ വിനീത് ശ്രീനിവാസിന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു സിനിമയിൽ ഒരു 5 to 10 സീൻ വർക്കൗട്ട് ആയാൽ ആ സിനിമ ഹിറ്റാണെന്ന്. അതുപോലെ തന്നെ ഞാൻ പറയും, ഈ സിനിമയിൽ ഒരു 5 to 10 സീൻ ഉണ്ട്. ആ 10 സീന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ, റായാൻ ഇസ് എ ഗുഡ് വാച്ച് എന്ന് നിങ്ങൾക്ക് ഉറപ്പായും തോന്നിപ്പോകും. പിന്നെ സിനിമയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്. കണ്ടിരിക്കാവുന്നതാണ്, കണ്ടിരിക്കാൻ പറ്റാത്തതൊന്നുമല്ല, എന്നാലും ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിരുന്നു. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയതിൽ ഒരുപാട് ബ്ലഡ് ബാത്ത്, എന്താ പറയുക, എ റേറ്റഡ് ആണ് സിനിമ, എന്നാൽ കൂടെ ഒരുപാട് ബ്ലഡ് ബാത്ത് ഉണ്ട്. കാരണം നമുക്ക് ഈ ചെറിയ കുട്ടികളിലേക്ക് വെച്ചിട്ട് ഈ സിനിമ കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചെറിയ കുട്ടികളുള്ളിൽ വിടില്ല ഒന്നാമത്, എന്നാലും ഇനി OTT വരും പിള്ളേർ കാണുമ്പോൾ സെൻസർ ചെയ്യാത്തതാണെങ്കിൽ കുറച്ച് അവർക്കൊക്കെ പേടിയാവുന്ന പോലത്തെ സീൻസ്, കില്ലിങ് സീൻസ് ഇതിൽ കുറച്ചധികം ഉണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് തിയേറ്ററിൽ വേറെ നല്ല അങ്ങനെ തമിഴ് സിനിമകളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ സിനിമ ഒരു വൻ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ആൾക്കാരെ കയറി സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ OTT വരുമ്പോൾ ഈ സിനിമ കുറച്ചുകൂടെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടും. കാരണം ഇതിലൊരു ഇൻഡെപ്ത് റിസർച്ച് ഒക്കെ ചെയ്യുന്ന, സിനിമ റിസർച്ച് ചെയ്യാനൊക്കെ ആൾക്കാർക്കൊക്കെ നിറയെ ഈ സംഭവത്തിൽ ഈ ഒരു സിനിമയിൽ കാണാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം അത്ര ടെക്നിക്കലി സ്ട്രോങ് ആണ്. കഥയുടെ ഒരു ലെയർ നോക്കിയാൽ കൂടെ ആ രാമായണത്തിൻ്റെയൊക്കെ ഒരു ടച്ച് വരുന്ന അവിടെയൊക്കെ അതൊരു സംഭവം ധനുഷ് ചെയ്തിട്ടുണ്ട്. അത് ധനുഷ് എന്ന ഡയറക്ടറിന്റെ മികവും ധനുഷ് എന്ന റൈറ്ററിന്റെ മികവും ഈ സിനിമയിൽ നല്ലപോലെ തന്നെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. സോ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ റയാൻ ഇസ് നല്ലൊരു തിയേറ്ററിക്കൽ വാച്ചാണ്. ഉറപ്പായും തിയേറ്ററിൽ മിസ് ചെയ്യാതെ കാണുക. നല്ലൊരു ക്രൗഡുള്ള തിയേറ്റർ ആണെങ്കിൽ അവിടെ പോയി കാണുക. ധനുഷ് ഫാൻസിനൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും, നോർമൽ ഓഡിയൻസിനും ഉറപ്പായി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയല്ലോ ഗൈസ്, റായൻ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം.
താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ.